അടുത്തത് എത്ര സ്പീഷീസ് ഈ എർത്തിൽ കാണപ്പെടുന്നു, എത്ര നമ്പർ ഓഫ് സ്പീഷീസ് എർത്തിലുണ്ട്, അതുപോലെ അതിൽ എത്ര നമ്പർ ഓഫ് സ്പീഷീസ് ഇന്ത്യയിലുണ്ട്. അതാണ് അടുത്ത ടോപ്പിക്. എത്ര നമ്പർ ഓഫ് സ്പീഷീസ് ഈ എർത്തിൽ കാണപ്പെടുന്നു, അതിൽ തന്നെ എത്ര നമ്പർ ഓഫ് സ്പീഷീസ് ഇന്ത്യയിൽ കാണപ്പെടുന്നു. സോ നമുക്ക് ഒരു പബ്ലിഷ്ഡ് റെക്കോർഡ് ഉണ്ട്. എത്ര സ്പീഷീസ്, എല്ലാ സ്പീഷീസിൻ്റെയും ഡിസ്കവർ ചെയ്ത് അതിൻ്റെ പേരുകളുള്ള ഒരു പബ്ലിഷ്ഡ് റെക്കോർഡ് ഉള്ളത് കൊണ്ട് നമുക്കറിയാം എത്ര ടൈപ്പ് ഓഫ് സ്പീഷീസ് അല്ലെങ്കിൽ ഹൗ മെനി സ്പീഷീസ് നമുക്ക് റെക്കോർഡഡ് ആയിട്ടുണ്ട്, അത്രത്തോളം നമുക്കറിയാം. സോ ഒരു പബ്ലിഷ്ഡ് റെക്കോർഡ് ഉള്ളിടത്തോളം എത്രത്തോളം സ്പീഷീസുകളെ ഡിസ്കവർ ചെയ്ത് അതിന് നെയിം ചെയ്ത് വെച്ചിട്ടുണ്ടോ, ഡിസ്കവേർഡ് ആൻഡ് നെയിംഡ്, അത്രത്തോളം സ്പീഷീസുകളുടെ ഡാറ്റാസ് നമുക്കറിയാം. ഹൗ മെനി സ്പീഷീസ് എത്രത്തോളം റെക്കോർഡഡ് ആയിട്ടുണ്ടെന്ന് നമുക്ക് ആ റെക്കോർഡ് പ്രകാരം അറിയാം. പക്ഷേ നമുക്ക് അത്ര എളുപ്പമല്ല എത്ര സ്പീഷീസ് ഈ എർത്തിൽ ഉണ്ട് എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. നമ്മുടെ പബ്ലിഷ്ഡ് ആയിട്ടുള്ള റെക്കോർഡ് പ്രകാരം എത്രത്തോളം സ്പീഷീസിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, എത്രത്തോളം സ്പീഷീസുകളെ കണ്ടുപിടിച്ച് അത് നെയിം ചെയ്ത് വെച്ചിട്ടുണ്ടോ, ആ ഒരു റെക്കോർഡ് നമുക്കറിയാം. എത്ര സ്പീഷീസ് റെക്കോർഡഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ എത്രത്തോളം സ്പീഷീസ് ഈ ഭൂമിയിലുണ്ട് എന്ന് നമുക്ക് പറയാൻ ഒട്ടും തന്നെ എളുപ്പമല്ല. കാരണം ഇനിയും ഒരുപാട് സ്പീഷീസുകൾ കണ്ടുപിടിക്കേണ്ടത്, എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ അറിയാത്ത ഒരുപാട് സ്പീഷീസുകൾ ഇപ്പോഴും ഈ ഭൂമിയിൽ നിലവിലുണ്ട്. സോ കണ്ടുപിടിച്ച സ്പീഷീസുകളുടെ റെക്കോർഡ് പ്രകാരം നമുക്കറിയാം ഇത്രത്തോളം സ്പീഷീസ് റെക്കോർഡഡ് ആണ് എന്ന് നമുക്കറിയാം. സോ അക്കോർഡിംഗ് ടു IUCN, International Union for Conservation of Nature, 2004, സോ IUCNൻ്റെ 2004 കണക്ക് പ്രകാരം ടോട്ടൽ നമ്പർ ഓഫ് പ്ലാന്റ് ആൻഡ് അനിമൽ സ്പീഷീസ്, ടോട്ടൽ പ്ലാന്റ് ആൻഡ് അനിമൽ സ്പീഷീസ് എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി മോർ ദാൻ 1.5 മില്യൺ ആണ്. സോ 2004 IUCNൻ്റെ കണക്ക് പ്രകാരം ടോട്ടൽ നമ്പർ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് എത്രയാണ്? സ്ലൈറ്റ്ലി കുറച്ചും കൂടി 1.5 മില്യണേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ടാണെന്നാണ് ഡിസ്കവർ ചെയ്തേക്കുന്നത്. പക്ഷെ നമുക്ക് ഒരു ക്ലിയർ ഐഡിയ ഇല്ല ഇനിയും എത്രത്തോളം സ്പീഷീസുകൾ ഡിസ്ക്രൈബ് ചെയ്യാനും ഡിസ്കവർ ചെയ്യാനും കണ്ടുപിടിക്കാനും അതിനെക്കുറിച്ച് ഒരു വിവരണം നൽകാനും ഉണ്ടെന്ന് നമുക്ക് ഇനിയും അറിയില്ല. വി ഹാവ് നോ ക്ലിയർ ഐഡിയ. നമുക്ക് ഒട്ടും തന്നെ അറിയില്ല ഇനി എത്രത്തോളം സ്പീഷീസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടും അതിനെക്കുറിച്ച് ഉള്ള വിവരണങ്ങൾ ശേഖരിക്കേണ്ടതായിട്ടുമുണ്ടെന്ന് നമുക്കറിയില്ല. സോ എസ്റ്റിമേറ്റുകൾ ഓരോ എസ്റ്റിമേറ്റുകളും വേരി ചെയ്തിരിക്കുകയാണ്. വേറെ വൈഡായിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ നമുക്കൊരു കറക്റ്റായിട്ടുള്ള എസ്റ്റിമേറ്റ് കിട്ടുന്നില്ല. പലപ്പോഴും നമുക്ക് കിട്ടുന്ന എസ്റ്റിമേറ്റുകൾ എന്ന് പറയുന്നത് ഒരു ഊഹാപോഹങ്ങളാണ്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു നിലവിലുള്ള അറിവ് വെച്ചുള്ള ഗസ്സുകളാണ്. സോ എഡ്യൂക്കേറ്റഡ് ഗസ്സുകളാണ് കൂടുതലും എസ്റ്റിമേറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിൽ ഈ എസ്റ്റിമേറ്റുകൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഒരുപാട് ടാക്സോണമിക് ഗ്രൂപ്പുകൾ നോക്കുമ്പോൾ സ്പീഷീസുകളുടെ ആ ഇൻവെൻ്ററീസ്, സ്പീഷീസുകളെ നമ്മൾ കണ്ടുപിടിച്ചത് വെച്ചിട്ട് കൂടുതലായിട്ട് മനസ്സിലായത്, സ്പീഷീസ് ഇൻവെൻ്ററീസിലൂടെ നമുക്ക് മനസ്സിലായത് ആ സ്പീഷീസ് ഇൻവെൻ്ററീസ് തന്നെ സ്പീഷീസുകളുടെ ആ കണ്ടുപിടുത്തം, അതിൻ്റെ ഡിസ്കവറീസ് കംപ്ലീറ്റ് ഇൻ ടെമ്പറേറ്റ് റീജിയൻ ദാൻ ഇൻ ട്രോപ്പിക്കൽ കൺട്രീസ്. സോ സ്പീഷീസ് ഇൻവെൻ്ററീസ് തന്നെ സ്പീഷീസുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ നെയിം ചെയ്തതും ഡിസ്കവർ ചെയ്തും അതിൻ്റെ പഠനങ്ങൾ നമുക്ക് ടാക്സോണമിക് ഗ്രൂപ്പിൽ ആ പഠനങ്ങൾ നമുക്ക് കാണിക്കുന്നത് എന്താണ്? ആ സ്പീഷീസുകളെ കുറിച്ചുള്ള കണ്ടുപിടുത്തങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ളത് ടെമ്പറേറ്റ് റീജിയനിലാണ്. എവിടത്തേക്കാളും ദാൻ ഇൻ ട്രോപ്പിക്കൽ കൺട്രീസ്. സോ ട്രോപ്പിക്കൽ കൺട്രീസിനേക്കാളും കൂടുതലായിട്ട് സ്പീഷീസ് ഇൻവെൻ്ററീസ് നടത്തിയിട്ടുള്ളത് എവിടെയാണ്? കംപ്ലീറ്റ് ആയിട്ടുള്ളത് ടെമ്പറേറ്റ് റീജിയൻസിലാണെന്നാണ് പറഞ്ഞത്. സോ അതിൻ്റെ അർത്ഥം ഇനിയും ഒരുപാട് പ്രൊപ്പോർഷൻ ഓഫ് സ്പീഷീസുകൾ ഈ ട്രോപ്പിക്കൽ കൺട്രീസിൽ ഇനിയും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്.
സോ ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് സ്പീഷീസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനിയും അവിടെ ഒരുപാട് സ്പീഷീസുകൾ ഉണ്ട്. എവിടെ? ട്രോപ്പിക്കൽ കൺട്രീസിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ഇനിയും ഒരുപാട് സ്പീഷീസുകൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇതുമൂലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ അത് കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ബയോളജിസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് ഒരു കമ്പാരിസൺ നടത്തി. എങ്ങനെ? അറ്റംപ്റ്റ് ടു ടെമ്പറേറ്റ് ആൻഡ് ട്രോപ്പിക്കൽ സ്പീഷീസ് റിച്ച്നെസ്. സോ ടെമ്പറേറ്റ് അതുപോലെ ട്രോപ്പിക്കൽ സ്പീഷീസ് റിച്ച്നെസ്സിനെ കുറിച്ച് ഒരു ബയോളജിക്കലായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള കമ്പാരിസൺ അവർ നടത്തി അറ്റംപ്റ്റ് ചെയ്തു. അങ്ങനെ ട്രോപ്പിക്കൽ അതുപോലെ ടെമ്പറേറ്റ് സ്പീഷീസ് റിച്ച്നെസ്സിനെ കുറിച്ച് അവർ പഠിച്ചു. അപ്പോൾ അവർ സ്റ്റഡി ചെയ്ത് ഗ്രൂപ്പ് ഓഫ് ഇൻസെക്റ്റുകളെ കുറിച്ച് പഠിച്ചു. അതിനൊന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് അനിമൽസിനെ കുറിച്ചുള്ള അത് പിന്നെ ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പ്ലാന്റ്സ്. അങ്ങനെ പ്ലാന്റ്സ്, അനിമൽസ്, ഇൻസെക്ട്സിനെ കുറിച്ചൊക്കെ അവർ സ്റ്റഡി ചെയ്തിട്ട് അവർക്ക് കിട്ടിയ ഒരു എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്, അവർക്ക് കിട്ടിയ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ 20 to 50 മില്യൺ അങ്ങനത്തെ ഒരു റേഞ്ചിലുള്ള എസ്റ്റിമേറ്റുകളാണ് കിട്ടിയത്. സോ ആ അനിമൽസ് ടു പ്ലാന്റ്സ് ടു ഇൻസെക്ട് ആ റേഷ്യോ കിട്ടിയത് ഒരു ഗ്രോസ് എസ്റ്റിമേറ്റ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് സ്പീഷീസ് ഓൺ എർത്ത്. ഈ എർത്തിൽ കാണുന്ന ടോട്ടൽ നമ്പർ ഓഫ് സ്പീഷീസിൻ്റെ ഒരു എസ്റ്റിമേറ്റ് അവർക്ക് കിട്ടിയത് എത്രയാണ്? ഒരു എക്സ്ട്രീം റേഞ്ചിൽ 20 to 50 മില്യൺ സ്പീഷീസ് ഉണ്ടെന്നാണ് അവർക്ക് എർത്തിൽ കിട്ടിയത്. സോ അതൊരു അത്രയും എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു എസ്റ്റിമേറ്റ് അല്ല. എന്നാൽ കുറച്ചും കൂടി കൺസർവേറ്റീവായിട്ടും സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് തരാനായിട്ട് റോബർട്ട് മേ എന്ന് പറഞ്ഞതിൽ കിട്ടിയിട്ടുണ്ട്. സോ റോബർട്ട് മേ എന്ത് ചെയ്തു? കുറച്ചും കൂടി കൺസർവേറ്റീവ് ആൻഡ് സയൻറ്റിഫിക് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് നടത്തി. എന്നിട്ട് കിട്ടിയതാണ് ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എത്രയാണ്? 7 മില്യൺ എന്നാണ് കിട്ടിയത്. കുറച്ചും കൂടി സയൻറ്റിഫിക് ആയിട്ടും കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നടത്തിയപ്പോൾ റോബർട്ട് മേ നടത്തിയപ്പോൾ കിട്ടിയത് എന്താണ്? 7 മില്യൺ എന്നാണ് കിട്ടിയത്. സോ നമ്മുടെ എത്ര നമ്പർ ഓഫ് സ്പീഷീസുകൾ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അറൗണ്ട് ഐഡിയ ആണ് നമുക്കിപ്പോൾ കിട്ടിയത്. എന്താണ് നമ്മൾ പറഞ്ഞത്? IUCN കണക്ക് പ്രകാരം 2004 കണക്ക് പ്രകാരം ടോട്ടൽ നമ്പർ ഓഫ് പ്ലാന്റ് ആൻഡ് അനിമൽ സ്പീഷീസ് എന്ന് പറഞ്ഞത് ഒരു കുറച്ചുകൂടി 1.5 മില്യണേക്കാളും കുറച്ചും കൂടി അധികമാണ്. അതുപോലെ തന്നെ സ്പീഷീസ് ഇൻവെൻറ്ററീസ് നടത്തിയപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് സ്പീഷീസുകളുടെ കണ്ടുപിടുത്തങ്ങൾ ഇൻവെൻറ്ററീസ് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിച്ചപ്പോൾ മനസ്സിലായത് കൂടുതലായിട്ടും സ്പീഷീസ് ഇൻവെൻറ്ററീസ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഏത് റീജിയനിലാണ്? ടെമ്പറേറ്റ് റീജിയനിലാണ്, ട്രോപ്പിക്കൽ കൺട്രീസിനേക്കാളും. അതിൻ്റെ അർത്ഥം ട്രോപ്പിക്കൽ ഇനിയും ഒരുപാട് സ്പീഷീസുകളെ നമ്മൾ ഇൻവെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനിയും അവിടെ ഒരുപാട് സ്പീഷീസുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടുപിടിക്കാനായിട്ട്. അതിൻ്റെ പ്രകാരം നമ്മളൊരു ബയോളജിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പാരിസൺ നടത്തിയപ്പോൾ ടെമ്പറേറ്റ് ട്രോപ്പിക്കൽ സ്പീഷീസ് റിച്ച്നെസ് നോക്കിയപ്പോൾ അവിടെ ഒരു റിലേഷൻഷിപ്പ് നോക്കിയപ്പോൾ ഇൻസെക്റ്റുകളെ കുറിച്ച് സ്റ്റഡി ചെയ്തു. അതിന് എക്സ്റ്റെൻഡ് ചെയ്ത അനിമൽസ് പിന്നെ പ്ലാന്റ്സിലേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഒരു ഗ്രോസ് എസ്റ്റിമേറ്റ് ടോട്ടൽ നമ്പർ ഓഫ് സ്പീഷീസ് എർത്തിൽ കാണപ്പെട്ടത് അവർ എസ്റ്റിമേറ്റ് കൊടുത്തത് ഗ്രോസ് എത്രയാണ്? 20 to 50 മില്യൺ ആ റേഞ്ചിലാണ്. എന്നാൽ കുറച്ചുകൂടി കൺസർവേറ്റീവും സയൻറ്റിഫിക്കായുള്ള എസ്റ്റിമേറ്റ് നമ്മുടെ റോബർട്ട് മേ നടത്തിയപ്പോൾ അത് കിട്ടിയത് എത്രയാണ്? ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കിട്ടിയത് എത്രയാണ്? 7 മില്യൺ ആണ്. ഇനി നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ആസ്പെക്റ്റുകൾ എർത്തിൽ കാണുന്ന ബയോഡൈവേഴ്സിറ്റീനെ കുറിച്ച് നോക്കാം. അതും നമ്മുടെ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള സ്പീഷീസ് ഇൻവെൻറ്ററീസിൻ്റെ ഒരു എർത്തിൽ കാണുന്ന ആ ബയോഡൈവേഴ്സിറ്റിയുടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സാമ്പിളുകൾ നമുക്കൊന്ന് നോക്കാം. അതിൽ പറയുന്നത് കറൻ്റ്ലി അവൈലബിൾ സ്പീഷീസ് ഇൻവെൻറ്ററീസ് അതിൽ പറയുന്നത് മോർ ദാൻ 70% ഓഫ് അനിമൽസ് 70% അധികം അനിമൽസ് ആണ് റെക്കോർഡ് ചെയ്യപ്പെട്ടത്. ഏറ്റവും കൂടുതൽ 70% മേലെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് എന്തിനാണ്? അനിമൽസിനെയാണ് റെക്കോർഡ് ചെയ്തത്. അതേസമയം പ്ലാന്റ്സ് എന്താണ്? പ്ലാന്റ്സിൽ നമ്മൾ പറയുന്ന ആൽഗെ, ഫംഗൈ, ബ്രയോഫൈറ്റ്സ്, ജിംനോസ്പേം, ആൻജിയോസ്പേം അത് നോട്ട് മോർ ദാൻ 20% ഓഫ് ടോട്ടൽ.
ടോട്ടൽ ഇതിലെ 20% മേലെ പ്ലാന്റ്സ് ഇല്ല. അതേ സമയം 70% മേലെ റെക്കോർഡ് ചെയ്തത് എന്താണ്? അനിമൽസ് ആണെന്നും പ്ലാന്റ്സിൻ്റെ കേസിൽ നമ്മുടെ ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ഫംഗൈ, ജിംനോസ്പം, ആൻജിയോസ്പം. അതിൽ പ്ലാന്റ്സിൻ്റെ കേസിൽ 20% മേലെ ടോട്ടലിൽ നോക്കിയാൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 20% മേലെ പ്ലാന്റ്സിനെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതിനെക്കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. അത്രയേ ഉള്ളൂ. ഇനി ഇതിൽ നോക്കുകയാണെങ്കിൽ എമംഗ് അനിമൽസിൽ തന്നെ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇൻസെക്റ്റ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. സോ ഇൻസെക്റ്റ് ആണ് കൂടുതൽ മോസ്റ്റ് സ്പീഷീസ് റിച്ച്നെസ് കാണിക്കുന്ന ടാക്സോണമിക് ഗ്രൂപ്പ് എന്ന് അനിമൽസിൽ നോക്കിക്കഴിഞ്ഞാൽ കാണും. നമ്മൾ ഫൈലം പഠിക്കുമ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ട്. ആർത്രോപോഡ ഏറ്റവും കൂടുതൽ ഇൻസെക്ട്സ് ഉള്ള ഒരു ഫൈലം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഏറ്റവും കൂടുതൽ ഇൻസെക്റ്റ് അനിമൽസിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് സ്പീഷീസ് റിച്ച്നെസ് കാണിക്കുന്നത് ഏതിലാണ്? ഇൻസെക്റ്റുകൾക്കാണ്. സോ ആ ഇൻസെക്റ്റുകൾ ടാക്സോണമിക് ഗ്രൂപ്പ് എത്രയാണ്? മോർ ദാൻ 70% ഓഫ് ടോട്ടൽ. സോ മോർ ദാൻ 70% ഓഫ് ടോട്ടലും ആ അനിമൽസിൽ എന്താണ്? ഇൻസെക്റ്റുകളാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ദാറ്റ് മീൻസ് ഔട്ട് ഓഫ് എവറി 10 അനിമൽസ്, ഓരോ 10 അനിമൽസ് എടുത്താലും ഈ പ്ലാനറ്റിൽ അതിൽ 7 ഇൻസെക്റ്റ് ആയിരിക്കും. ഓരോ 10 അനിമൽസ് എടുക്കുമ്പോഴും അതിൽ 7 ഇൻസെക്റ്റാണ്. അത്രയും ഇൻസെക്റ്റുകൾക്ക് സ്പീഷീസ് റിച്ച്നെസ് ഉണ്ടെന്നാണ് ആ കണക്ക് പ്രകാരം നമുക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ ഫംഗൈ, നമ്പർ ഓഫ് ഫംഗൈ അത് നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫംഗൈ സ്പീഷീസ് ഈ ലോകത്ത് തന്നെ വേൾഡിൽ നമ്മൾ കണക്കെടുക്കുമ്പോൾ എത്രയാണ് കിട്ടിയത്? മോർ ദാൻ കമ്പൈൻഡ് ടോട്ടൽ ഓഫ് ദ സ്പീഷീസ് ഓഫ് ഫിഷസ്. ടോട്ടൽ കമ്പൈൻഡ് നമ്പർ ഓഫ് ഫിഷസ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ് ആൻഡ് മാമൽസ്. സോ നമ്മൾ മൊത്തത്തിലുള്ള കണക്ക് സ്പീഷീസ് ഓഫ് ഫിഷസിനേക്കാളും ഫിഷ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ് ആൻഡ് മാമൽസ്, അങ്ങനെ മൊത്തത്തിൽ കമ്പൈൻ ചെയ്ത ആ ടോട്ടൽ സ്പീഷീസിനേക്കാളും കൂടുതൽ എന്തുണ്ടെന്നാണ് പറയണത്? ഫംഗൈൻ്റെ സ്പീഷീസ് ഈ വേൾഡിലുണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആസ്പെക്റ്റ് ഓഫ് എർത്തിൻ്റെ ബയോഡൈവേഴ്സിറ്റി നമ്മുടെ കറൻ്റ്ലി അവൈലബിൾ സ്പീഷീസ് ഇൻവെൻ്ററീസ് പ്രകാരം. എന്താണ് അവിടെ പറയുന്നത്? 70%-ലും അധികം എനിമൽസ് ആണ് റെക്കോർഡ് ചെയ്തേക്കണേ. അതിൽ പ്ലാന്റ്സ് ആണെങ്കിൽ 20%, ടോട്ടലിൽ മൊത്തത്തിൽ 20%-ൽ കൂടുതൽ പ്ലാന്റ്സിൻ്റെ കണക്ക് റെക്കോർഡ് ചെയ്തിട്ടില്ല. അത് പ്ലാന്റ്സിൽ നമ്മുടെ ആൽഗെ, ബ്രയോഫൈറ്റ്, ഫംഗൈ, ജിംനോസ്പേം, ആൻജിയോസ്പേം ഒക്കെ വരുന്നുണ്ട്. ഈ അനിമൽസിൽ തന്നെ നോക്കുകയാണെങ്കിൽ അമംഗ് അനിമൽസ് ഇൻസെക്റ്റുകളാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഏറ്റവും സ്പീഷീസ് റിച്ച്നെസ് കാണിക്കുന്നത് ഇൻസെക്റ്റുകളാണ്. അതായത് നമ്മൾ പറഞ്ഞ ഓരോ 10 അനിമൽസ് എടുത്താലും അതിൽ എത്രയാണ്? 7 ഇൻസെക്റ്റുകളാണ്. അതുപോലെ തന്നെ ഫംഗൈയുടെ കണക്കെടുക്കുമ്പോൾ നമ്പർ ഓഫ് ഫംഗൈ സ്പീഷീസ് ഈ ലോകത്ത് മൊത്തം എടുക്കുമ്പോൾ അത് ഏതിനേക്കാളും കൂടുതലാണ്? മോർ ദാൻ നമ്മളിപ്പോൾ സ്പീഷീസ് ഓഫ് ഫിഷ്, ആംഫിബിയൻ, റെപ്റ്റൈൽ, മാമൽസ് ഇവരുടെയൊക്കെ കമ്പൈൻഡ് നമ്പറിനേക്കാളും കമ്പൈൻഡ് പെർസെൻറ്റേജിനേക്കാളും കൂടുതലാണ് നമ്മുടെ ഫംഗൈ സ്പീഷീസ് നമ്മുടെ വേൾഡിൽ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ.